ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വേറൊരു വീട്ടിലാണ്. എവിടെയാണ്? നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ. അവിടെ എന്താണ് പണി? നമുക്ക് സോഫ ചെയ്ത് കൊടുക്കണം. എങ്ങനെയുണ്ട്? ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടില്ലേ, ഒരു സോഫാൻ്റെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ടൈപ്പിൽ ഞാൻ ചെയ്യുന്നൊരു സോഫ കവറാണിത്. ഇത് പക്ക സോഫാൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. മറ്റേത് ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ, മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് വന്നാലോ? എങ്ങനെയാണ്? കൂടെ പോരുമല്ലേ? വാ, നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ വരയ്ക്കണം. എന്താണ് വരയ്ക്കേണ്ടത്? സോഫേൻ്റെ ഷേപ്പ് വരയ്ക്കണം. ആദ്യം നമ്മൾ ചാരി ഇരിക്കുന്ന സൂത്രം വരയ്ക്കണം. എന്നിട്ട് അതിന് എത്ര ഇഞ്ച് അളവും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് സീറ്റാണ് കേട്ടോ, താഴത്തെ ഇരിക്കുന്ന സീറ്റായിട്ട് ഊഹിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് സീറ്റ് ഇരിക്കുക. നമ്മളങ്ങനെ വലിയ വരക്കാരൊന്നും അല്ലെങ്കിലും ഇതൊക്കെ മതി, ഇങ്ങനെ മതി. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സിൽ 1 ഇഞ്ച് കൂട്ടി നമുക്ക് ഓരോന്ന് എടുക്കാം. നമുക്ക് ഈ സീറ്റിൻ്റെ അവിടെ ഒരു 14 ഇഞ്ചിലാണ് സംഭവം വേണ്ടത്. ഇവിടെ നമ്മൾ ഈ കർവ് വന്നിട്ടില്ലേ, ആ സംഭവം 14 ഇഞ്ചിലും ഈ സ്ട്രൈറ്റ് വന്നേക്കുന്നത് 12 ഇഞ്ചിലുമാണ് വേണ്ടത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ഓരോ സോഫയ്ക്കും ഓരോരോ ഇതല്ലേ, മെഷർമെൻ്റ് അല്ലേ. ഇത് സംഭവം മെറ്റീരിയൽ ഒരു ജൂട്ട് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്. സോഫയൊക്കെ ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തയ്ച്ചാൽ നല്ല രസമായിരിക്കും അല്ലേ. എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതിനെക്കാട്ടിലും എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് എനിക്കിത് തോന്നി. ഇത് ഞാൻ ചെയ്തത് തന്നെ, പക്ഷെ നമ്മുടെ വീട്ടിൽ ചെയ്തതിൽ ഇത് കണ്ടപ്പോൾ ഉമ്മായും പറഞ്ഞു നമുക്കെങ്കിൽ ഇതുപോലത്തെ കൂടി ചെയ്ത് നോക്കാം. അതിങ്ങനെ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പോട്ടെ. ആദ്യം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് പാചകം അടിക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ മെയിൻ ഈ മെറ്റീരിയലിലേക്ക് തയ്ക്കുക. ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കണം. എനിക്ക് പറഞ്ഞു തരാം, ടീച്ച് ചെയ്യാൻ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു ചാരിയിരിക്കുന്ന സൂത്രയില്ലേ, അന്നേരം അതുപോലെ തയ്ക്കത്. ഇതുപോലെ ആയിട്ട് നമ്മൾ കവറിടുക. ഓക്കെ, ഇപ്പം ഏകദേശം ഒന്ന് പിടികിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ, വരയിട്ട് കൊടുക്കണം. എങ്ങനെ ഒരു 5 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വരയിട്ട് കൊടുക്കണം. എന്തിനാണ്? ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ. നമ്മൾ സോഫയാന്ന് ഒറിജിനാലിറ്റി തോന്നിക്കാണ്ട് കണ്ടോ, അവിടെ വര കണ്ടില്ല, ആ വര നമ്മൾ തയ്ച്ച് വെക്കണം. ഓക്കെ, അങ്ങനെ തയ്ച്ച് വെക്കുമ്പോൾ അതൊരു ഒറിജിനാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ബാക്കി ലൈനിങ്ങും വെച്ച് തയ്ക്കുക. അത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. ലൈനിങ് വെക്കുമ്പോഴും നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ നമ്മൾ മുകളിലത്തെ നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ലൈനിങ്ങിനും എടുക്കേണ്ടത്. എന്നിട്ട് ഇലാസ്റ്റിക് വെക്കുക. ഞാൻ ഇത്തവണ ഇലാസ്റ്റിക്കാണ് കേട്ടോ വെച്ചത്. മറ്റേത് നമ്മളിതിന് മുന്നേ ചെയ്തത് നമ്മൾ ഈ കുഷ്യനൊക്കെ ഇടുന്ന പോലെ ഇലാസ്റ്റിക് ഇല്ലാത്ത നമ്മുടെ തലങ്ങണിയോറ പില്ലോ കവർ ഇടുന്ന പോലെ തന്നെയാണ് മറ്റേത് ഞാൻ ചെയ്തത്. ഇത് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് വെക്കും. ഇതും മറ്റേതിൽ ഇച്ചിരി കൂടെ ഈസി ആയിട്ടുള്ള വേ ആണ്. ഇതും മറ്റേതും കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇത് നമ്മുടെ സീറ്റായിരുന്നു കേട്ടോ. ഇനി നേരെ അവരുടെ വീട്ടിൽ പോയി നമ്മൾ സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, ഈ ഡ്രസ്സ് കണ്ടോ, ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മീറ്ററും കൊണ്ടിട്ട് നമുക്ക് ബിറ്റ് കിട്ടി മെറ്റീരിയലും കൊണ്ട് നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ബിറ്റ് പീസും കൊണ്ട് ഞാനൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷോർട്ട് ടോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാവാടൻ്റെ കൂടുതലും ബെസ്റ്റ് സാധനമാണ്. 1 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 1000 ഏപ്പുകളുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് വീട്ടിൽ ഇടാനല്ലേ, അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഇതിപ്പം നമ്മൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് ഏകദേശം എല്ലാവർക്കും ഒന്ന് പിടിയിട്ട് കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ സോഫാൻ്റെ മേക്ക് ഓവർ വീഡിയോയും കഴിഞ്ഞു. ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ ബൈ.